CMA-USA പ്രോഗ്രാം നമ്മൾ ISM-ൽ പ്രൊവൈഡ് ചെയ്യുന്നത് 5-6 സ്റ്റെപ്പിലൂടെയാണ്. ഒരു സ്റ്റുഡൻറ്റ് വന്ന് ISM-ൽ ജോയിൻ ചെയ്താൽ ആദ്യത്തെ 3 മാസം നമ്മൾ ഫസ്റ്റ് ഗ്രൂപ്പിൻ്റെ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ അതിനുശേഷം ഈ പഠിപ്പിച്ച കാര്യങ്ങൾ പ്രോപ്പറായിട്ട് പഠിക്കാനായിട്ട് നമ്മളൊരു 15 ഡേയ്സ് സ്റ്റഡി ലീവ് കൊടുക്കുന്നതായിരിക്കും. അതിനുശേഷം നമ്മൾ ഇൻഡിവിജ്വൽ സബ്ജക്റ്റ് വൈസ് എക്സാംസ് നമ്മൾ കണ്ടക്ട് ചെയ്യും. സബ്ജക്റ്റ് എല്ലാം ക്ലിയർ ആണ് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമ്മളൊരു റിവിഷൻ ക്ലാസ്സിലേക്ക് പോകും. സോ എന്തിനാണ് റിവിഷൻ ക്ലാസ് എന്ന് ചോദിച്ചാൽ, അറ്റ് എ ടൈം ഒരു സ്റ്റുഡൻറ്റിന് ഒറ്റയ്ക്ക് പഠിച്ചെടുക്കാനായിട്ട് ബുദ്ധിമുട്ടായത് കാരണം ഫാക്കൽറ്റിയുടെ ഹെൽപ്പോടുകൂടി നമ്മൾ അറ്റ് എ ടൈം 6 സബ്ജക്റ്റ് ഓർത്തിരിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരികയാണ് ഈ റിവിഷൻ ക്ലാസ്സിൻ്റെ ഉദ്ദേശം. അതിനുശേഷം മാത്രമായിരിക്കും ഒറിജിനൽ എക്സാം സ്റ്റൈലിൽ നമ്മൾ മോക്ക് എക്സാംസ് കണ്ടക്ട് ചെയ്യുക. അതിനുശേഷം സ്റ്റുഡൻസിന് മാക്സിമം കോൺഫിഡൻസ് ബിൽഡ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും നമ്മൾ CMA ഒറിജിനൽ എക്സാമിന് നമ്മൾ ഇരുത്തുക. അങ്ങനെ ഫസ്റ്റ് 6 മന്ത് കൊണ്ട് ഒരു പാർട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. അത് കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും സെക്കൻഡ് സ്റ്റേജിൻ്റെ ക്ലാസ് അല്ലെങ്കിൽ സെക്കൻഡ് പാർട്ടിൻ്റെ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. 2 ഗ്രൂപ്പിൻ്റെ ക്ലാസ്സും എക്സാംസും എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ പ്രാക്ടിക്കൽ ജോബ് ഓറിയൻറ്റഡ് ട്രെയിനിങ്ങും നമ്മൾ CMA-USൻ്റെ പ്രോഗ്രാമിൻ്റെ കൂട്ടത്തിൽ തന്നെ കൊടുക്കുന്നതായിരിക്കും. ഈ ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യുക ആൻഡ് ജോയിൻ ISM.